നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൗരത്ത്. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ടുള്ളതാണ്. നിങ്ങളത് ഡയഗ്നോസിനായിട്ട് ഉപയോഗിക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു നല്ലൊരു പ്രൊഫഷണലിന്റെ സഹായം തേടുക തന്നെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്നോട് പലരും ചോദിക്കാറുള്ളതാണ്, വാട്ട് ടു എക്സ്പെക്ട് വെൻ ഐ മാരി എ നാർസിസിസ്റ്റ്. അതായത് നിങ്ങളൊരു നാർസിസിസ്റ്റിനെ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ലിവ് വിത്ത് എ നാർസിസിസ്റ്റ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഇവിടെ എക്സ്ട്രീം ആയിട്ടുള്ള മാലിഗ്നൻ്റ് ആയിട്ടുള്ള ഹൈലി അബ്യൂസീവ് ആയിട്ടുള്ളവരുടെ കാര്യമല്ല. ജസ്റ്റ് ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വേറെ കോമ്പിനേഷൻ ഓഫ്, അതായത് മാക്കൽവിനിസം, സൈക്കോപ്പത്തി, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ സാഡിസ്റ്റിക് ബിഹേവിയേഴ്സ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആൻറ്റി സോഷ്യൽ എലമെന്റ്സ്, ഇതൊന്നും അല്ലാതെ ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ആളെ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ പോസിറ്റീവ് നാർസിസം, ഐ എം ഹിയർ ടോക്കിംഗ് അബൌട്ട് ദ നെഗറ്റീവ് നാർസിസം. വൈ ഐ എം സ്പെസിഫിക്കലി സേയിങ് ദാറ്റ് ദ പീപ്പിൾ കൺഫ്യൂസ്ഡ്, സം പീപ്പിൾ വിൽ കം, എൻ്റെ നാർസിസിസം ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റും. വി ആർ നെവർ ടോക്കിംഗ് അബൌട്ട് ദ ഗുഡ് സൈഡ് ഓഫ് ഇറ്റ്, വി ആർ ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് ദ നെഗറ്റീവ് സൈഡ് ഓഫ് ഇറ്റ്. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മാത്രമേ നമ്മളിവിടെ നോക്കുന്നുള്ളൂ. അല്ലാതെ നോർമലായിട്ട് ജീവിക്കുന്ന എല്ലാവർക്കും ജീവിക്കാം. ഇനി അതുപോലുള്ള നെഗറ്റീവ് നാർസിസിന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് അവരുടെ ചോയ്സാണ്. അതല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് നമ്മുടെ ഇതുപോലുള്ള ടോപ്പിക്സ് കൊണ്ടും ഇങ്ങനത്തെയുള്ള ഡിസ്കഷൻ കൊണ്ടും പ്രയോജനം ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളെ നമ്മൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഡബിൾ ലൈഫാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഡബിൾ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ വിൽ യു ഓൾവേസ് എ സീക്രട്ട് ലൈഫ് ഫോർ ദ നാർസിസിസ്റ്റ്. നെവർ ബി ഓപ്പൺ ഓൾ ദ ടൈം. എപ്പോഴും പുറത്തൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബിഹേവിയറും ഉള്ളിൽ വേറൊരു ടൈപ്പ് ഓഫ് ബിഹേവിയറും, അതിനകത്ത് സീക്രട്ടീവായിട്ട് പല രീതിയിലുള്ള അയാൾക്ക് എന്തൊക്കെയാണോ ഉള്ളിൽ വേണ്ടത് അത് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പല പ്ലാനുകളും പദ്ധതികളുമായിട്ടൊക്കെ ആയിരിക്കും അയാളിരിക്കുക. അപ്പോൾ അയാൾക്ക് എപ്പോഴും ഒരു സീക്രട്ടീവ് ലെവൽ ഓഫ് ലൈഫ് കാണും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മളുടെ മുമ്പിൽ കാണിക്കുന്ന ഒരാളായിരിക്കില്ല അയാൾ യഥാർത്ഥമായ ആൾ. അയാളുടെ പേഴ്സോണാസിൽ എപ്പോഴും ആ ഒരു നമ്മൾ പറയത്തില്ല, ഒരു മുഖം മൂടിയുടെ ഇതുണ്ടാവും. അപ്പോൾ പല പേഴ്സോണാസ് ആയിരിക്കും അവർ വളരെ തന്മയത്വപൂർവ്വം ധരിക്കുകയും പെരുമാറുകയും ചെയ്യും. അപ്പോൾ ദർ വിൽ ബി ഒരു ഡബിൾ ലൈഫ് നമ്മൾ എപ്പോഴും കാണും. ഒന്ന് നമ്മുടെ അടുത്ത് കാണിക്കുന്നത്, അതല്ലാതെ അയാൾക്കുള്ളിൽ വേറൊരു, ചിലപ്പോൾ നമ്മളോട് കാണിക്കുന്ന ഫീലിംഗ് പോലും അയാൾ ഉണ്ടാക്കിയെടുത്ത ഫീലിംഗ് ആയിരിക്കും, യഥാർത്ഥമായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കില്ല. അതുപോലെ തന്നെ അയാൾ പല രീതിയിലുള്ള ഓൾട്ടേഡ് ഈഗോയുടെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാറുണ്ട്. ഇവിടെ ഒരു മനുഷ്യന് ഇവിടെ ഒരു പെർട്ടിക്കുലർ രീതിയിലാണ്, വേറൊരു പെർട്ടിക്കുലർ രീതിയിൽ. അപ്പോൾ നമ്മൾ തന്നെ അതിശയിച്ചു പോകും, ഇയാൾ തന്നെയാണോ അവിടെ കണ്ടയാൾ, അവിടെ കാണിക്കുന്ന ആൾ തന്നെയാണോ ഇയാൾക്ക് ഏതൊക്കെ മുഖങ്ങളുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ അതിശയിച്ചു പോകുന്നത്. അതിനകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ കോൺഫിഡൻസ്, നമ്മൾ എത്ര നല്ല കോൺഫിഡൻറ്റും സ്മാർട്ടും കേപ്പബിളുമായാൽ പോലും വി ബിക്കം കംപ്ലീറ്റ്ലി ലോ ലെവലിലേക്ക് വരും. അപ്പോൾ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ലോ ആകും. അതിനകത്ത് പിന്നെ നമ്മൾ എത്ര നോക്കിയാലും നമ്മുടെ പഴയ കാലത്തെ പറ്റി ചിലപ്പോൾ നമുക്കിങ്ങനെ അയവിറക്കിയിട്ട് ഭയങ്കര എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, ഇതൊക്കെയാണ് നമ്മൾ ചിലർ പറഞ്ഞ് കേട്ടിട്ടില്ലേ, പെണ്ണുങ്ങളൊക്കെ എത്ര നാളും ഇങ്ങനെ വലിയ സ്മാർട്ടും ഇതുമൊക്കെ കല്യാണം കഴിയുന്നിടം വരെ മാത്രം എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ ടൈപ്പ് ആളുകളുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വരുന്ന മാറ്റങ്ങളാണ്. അപ്പം നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു സേയിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു രീതിയിൽ നമ്മുടെ പാർട്ട്ണറായിട്ട് വരുന്നവരെ അടിച്ചമർത്തി കൺട്രോളിൽ കൊണ്ടുവരിക, അവർ വളർന്ന് മുമ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എത്രമാത്രം ഒരു കൾച്ചറൽ സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി വരുന്നതാണ് നമുക്ക് ഹേർട്ടും ട്രോമാസും. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഏത് സമയത്തും, ഒരു സമയത്ത് നല്ല രീതിയിലാണ്, അടുത്ത സമയത്ത് നമുക്ക് ഹേർട്ട് കിട്ടും. പിന്നെ നമുക്ക് ട്രോമ, വളരെ ആഴമേറിയ മുറിവുകൾ അവരുടെ സംസാരത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നുമൊക്കെ നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് വരുന്നതാണ് മാനിപ്പുലേഷൻസ് ആൻഡ് ഗ്യാസ് ലൈറ്റിങ്. അത് നമുക്കറിയാം, എല്ലാം നമ്മുടെ കുറ്റമാണ്. നമ്മളെ ഒരു പെർട്ടിക്കുലർ ഇതിലേക്ക് കൊണ്ടുവരിട്ട് നമുക്ക് തന്നെ തോന്നും ഇത് ഇവർ പറയുന്നതാണോ ശരി, അയ്യോ ഞാൻ പറയുന്നത് തെറ്റല്ലേ, എൻ്റെ കാര്യം കൊണ്ടായിരിക്കും ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിലേക്ക് ഇത് കൊണ്ടുവരും. അപ്പോൾ ഒരു മാനിപ്പുലേഷനും ഗ്യാസ് ലൈറ്റിങ്ങും ഇവരുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഗിൽറ്റ് ട്രിപ്പിംഗ് വേ ഓഫ് ലിവിങ്. എപ്പോഴും ഒരു ഗിൽറ്റ് ട്രിപ്ഡ് ആയിരിക്കും നമ്മുടെ അടുത്ത്. നമുക്ക് ഒരു ഗിൽറ്റി ഫീലിംഗ്, എന്തോ നമുക്ക് എപ്പോഴും നമ്മളോട് തന്നെ ഒരു വല്ലാത്ത നമ്മൾ ശരിയല്ലെന്നോ, നമ്മൾ ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നോ
എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള കുറേ നമ്മുടെ അങ്ങനത്തെ ചിന്തകൾ, നമ്മൾ ഗിൽട്ട് നമുക്കിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇനി എൻ്റെ വീട്ടുകാരങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യണമായിരുന്നു, അവിടുന്ന് അങ്ങനെ വന്നപ്പോൾ അങ്ങനെ കാണിക്കണം, ഞാൻ ജോലിക്ക് പോകുന്ന കാര്യം പറയാനേ പാടില്ലായിരുന്നു, അല്ലെ കുട്ടികളുടെ കാര്യം ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ ആയിരുന്നു, ഇങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയായേനെ, ഞാൻ അങ്ങനെ ചെയ്താൽ ശരിയായേനെ എന്നുള്ള രീതിയിലുള്ള ഒരു ഗിൽട്ടിൻ്റെ അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ നിൽക്കുക. പിന്നെ നമുക്ക് വരുന്ന മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ്, അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് വളരെയേറെ അസുഖങ്ങളുണ്ടാകും. നമുക്ക് ഈ സൈക്കോസൊമാറ്റിക്കൽ, അത് മനസ്സ് ശരിയാകാത്ത വരുമ്പോൾ ബോഡി കാണിക്കുന്ന സിംറ്റംസ് മുതൽ നമുക്ക് പിന്നെ മാനസികമായിട്ടുള്ള എല്ലാ ഇഷ്യൂസും നമുക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഡെയിലി ഫങ്ഷനിങ്, അതായത് ഡേ ടു ഡേ നമ്മൾ ചെയ്യുന്ന എല്ലാ ഫങ്ഷനിലും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങും. നമുക്ക് പണ്ടത്തെ പോലെ സ്പീഡില്ല, പണ്ടത്തെ പോലെ മെമ്മറി കിട്ടുന്നില്ല, പണ്ടത്തെ പോലെ നേരത്തെ പോലെയൊക്കെ അത്രയും ആ ഒരു ഉത്സാഹത്തോടെയോ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മോട്ടിവേഷൻ എല്ലാം അഫക്റ്റഡ് ആകും. പല കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോവും. ചിലപ്പോൾ പണ്ട് നമ്മൾ വെക്കുന്ന പോലെ ഒരു കറിക്ക് പോലും ആ രുചിക്ക് വെക്കാൻ നമുക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പണ്ട് നല്ലപോലെ ആസ്വദിച്ച് കഴിച്ചിരിക്കുന്ന പല ഭക്ഷണത്തിനും രുചി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല. നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്ന, നല്ല രീതിയിൽ മനോഹരമായിട്ട് ഒരുങ്ങി എല്ലാം നല്ല പ്രസൻറ്റബിൾ ആയിട്ടിരുന്ന നമുക്ക് എഴുന്നേറ്റ് മുടി ചെയ്യാൻ പോലും, എന്ത് കാര്യത്തിന് നമ്മളെ മൊത്തം നമ്മളങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ ഫങ്ഷനിങ് ലെവലിൽ നമുക്ക് മാറ്റം വരും. അതുപോലെ തന്നെ നമുക്ക് കോഗ്നിറ്റീവ് ആൻഡ് ഫിസിക്കൽ ടയർഡ്നെസ് വരും. കോഗ്നീഷൻ എന്ന് പറയുന്നത് ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലക്ച്വൽ മസിൽസ് ആണ് കോഗ്നീഷൻ. ഫിസിക്കൽ മസിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭാരങ്ങൾ എടുത്ത് ഫിസിക്കലി നമ്മൾ ഫിറ്റായിട്ട് നമുക്ക് ഭാരങ്ങൾ എടുത്തിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ നമ്മുടെ ബ്രെയിനകത്തേക്ക് കൂടുതൽ ഇൻഫർമേഷൻസിനൊക്കെ ക്യാരി ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് അതിനെ ഇതാക്കിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോഗ്നീഷൻ നല്ലപോലെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഇൻ്റലക്ച്വൽ മസിൽസായ കോഗ്നീഷനും ഫിസിക്കൽ മസിൽസിൻ്റെയും ഒക്കെ പവറുകളെല്ലാം കുറഞ്ഞ് നമ്മൾ വീക്കായി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ ബ്രെയിനിന് പോലും പല ഇൻഫർമേഷനും പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ ബ്രെയിനും നമ്മുടെ ഇൻ്റലക്ച്വൽ കപ്പബിലിറ്റീസും നമ്മുടെ സെൻസറി കാര്യങ്ങളും മോട്ടോർ ഫങ്ഷനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഈ നമ്മുടെ ആസ്വാദനം എന്ന് പറയത്തില്ല, നമ്മൾ ഈ എൻ്റർടൈൻമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് പോവും. നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ലോകത്തിലായിരിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ കോഗ്നീഷനും നമ്മുടെ ഫിസിക്കൽ എന്താ പറയുക ഒരു ടയേർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ആ ഒരു ഉത്സാഹങ്ങളൊക്കെ നമ്മളിൽ നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ നമ്മൾ കാണുന്നതാണ് നമ്മുടെ ഡിമിനിഷ്ഡ് ഓർ ഡിസ്ട്രോയിഡ് ഹെൽത്തി കണക്ഷൻസ്. അതായത് ഡിമിനിഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തി റിലേഷൻഷിപ്പും കണക്ഷൻസും ഒക്കെ നമ്മുടെ റിലേറ്റീവ്സുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും നെയ്ബേഴ്സുമായിട്ടും പല കൾച്ചറൽ ഫോറംസുമായിട്ടും റിലീജിയസ് ഇതൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നല്ല നല്ല കണക്ഷൻസ് നമുക്കുണ്ടായിരിക്കും. പക്ഷേ ഇൻ ദിസ് പെർട്ടിക്കുലർ ഒരു നാർസിസിക് റിലേഷൻഷിപ്പിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങും. പതുക്കെ ആ കണക്ഷനിൽ നിന്ന് നമ്മൾ പതുക്കെ പുറകോട്ട് വരാൻ തുടങ്ങും. എന്നിട്ട് പതുക്കെ ഇതെല്ലാം നമുക്ക് മാഞ്ഞു പോകുന്ന പോലെ, അതായത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്ന പോലെയുള്ള നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പതുക്കെ നമ്മളിലേക്ക് മാറി. ഈ നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിനെ മാനേജ് ചെയ്യുക എന്നുള്ള ഒറ്റ ഐഡിയയും ഒറ്റ ഒരു എയിമും ഒരു ഫോക്കസും മാത്രമേ നമ്മുടെ തലയിലുണ്ടാവും. എന്ത് കാര്യത്തിനെ പറ്റി ആലോചിച്ചും അദ്ദേഹം എങ്ങനെ പറയും അല്ലെങ്കിൽ ഇവളെങ്ങനെ പറയും, അത് പെണ്ണായാലും ആണായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും, അയ്യോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവൾ ഇങ്ങനെയായിരിക്കും പെരുമാറുക. അപ്പം പുരുഷന്മാരാണെങ്കിൽ അയ്യോ ഇവളിങ്ങനെയായിരിക്കും പെരുമാറുക, സ്ത്രീകളാണ് അയ്യോ അയാൾ അങ്ങനെയായിരിക്കും. അപ്പം ഈ സ്ത്രീയായ നാർസിസിസ്റ്റ് ആയാലും ശരി പുരുഷനായ നാർസിസിസ്റ്റ് ആയാലും ഇവരെ മാനേജ് ചെയ്യുക. അയ്യോ രാത്രി വന്നാൽ അയ്യോ ഇത് ഇങ്ങനെയൊക്കെ ചെയ്താലാണല്ലോ ഇതെനിക്ക് മനസ്സ് മാത്രമേ കിടക്കാൻ പറ്റുക, ഈ വാക്ക് ഇങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ എങ്ങനെയാണ് ഇതൊന്ന് പ്രസൻറ്റ് ചെയ്യുക, ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്താലാണ് ഇതെനിക്ക് ശരിയായി വരിക എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വേയിലേക്ക് നമ്മൾ ചുരുങ്ങി ഇവരെ മാനേജ് ചെയ്യുക എന്നുള്ളതിലേക്ക് മാത്രം പോകും. അങ്ങനെ നമ്മുടെ കണക്ഷൻസ് എല്ലാം ഡിമിനിഷായി ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയും ചെയ്യും. പിന്നെ നമുക്ക് റെസ്ട്രിക്റ്റഡ് ആക്സസ് ടു റിസോഴ്സസ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മളെ കട്ട് ഓഫ് ചെയ്യും എല്ലാ റിസോഴ്സൊന്നും. പുറത്തുനിന്ന് എന്തെങ്കിലും സഹായങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മനുഷ്യരായിട്ടുള്ള സഹായങ്ങളോ അല്ലെങ്കിൽ വേറെ മെറ്റീരിയലിസ്റ്റിക് ഇതായിട്ട് എല്ലാ സാധനങ്ങളും കട്ട് ചെയ്യും. നമ്മളിപ്പോൾ ഒരു ഏണിംഗ് മെമ്പർ ആണെങ്കിൽ പോലും അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന സാലറിയോ പൈസ ഇതെല്ലാം ഇവരിങ്ങനെ കട്ട് ചെയ്യും. ഇനി നമ്മുടെ ഈ സ്വർണ്ണങ്ങളുണ്ട് അതൊക്കെ അവർ സ്വാഭാവികമായിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് എടുത്ത് മാറ്റി നമുക്ക് യാതൊരു റിസോഴ്സസുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റെസ്ട്രിക്റ്റ് ആകും നമ്മുടെ ആക്ഷൻസ്. അതുപോലെ നമ്മുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ട് നമുക്കെല്ലാവർക്കും.
പേഴ്സണൽ, പ്രൊഫഷണൽ, സോഷ്യൽ, ഫൈനാൻഷ്യൽ എല്ലാ ഗ്രോത്തുകളുണ്ട്. ഈ കംപ്ലീറ്റ് ഗ്രോത്തിനെയും ഇവർ കംപ്ലീറ്റ് ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യും. കംപ്ലീറ്റ് റെസ്ട്രിക്ഷൻ ആണ്. നമുക്ക് ആ ഗ്രോത്ത് ഒന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോലും പറ്റും. നമ്മൾ അവിടെ കിടന്ന്, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നേരത്തെ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു നാർസിസിസ്റ്റിക് വേൾപൂളിൽ കിടന്ന് നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അവിടുന്ന് പുറത്തേക്ക് പോകാനോ അവിടുന്ന് ഗ്രോ ചെയ്യാനോ നമുക്ക് പറ്റില്ല. ഒരു ലെവലൊക്കെ പതുക്കെ പോന്നി വന്നാലും പിന്നെയും താഴേക്ക് പോകുന്നൊരവസ്ഥ. അങ്ങനെ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത് ആയിരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ലൈഫ് ലിവ് ചെയ്യുമ്പോൾ വി ആർ ലിവിങ് എ ലൈഫ്. നമ്മളൊരു നുണയാണ് ജീവിക്കുന്നത്, നമ്മളായിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. ആ നാർസിസിക് പേഴ്സൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഞാനായിട്ടായിരിക്കും ജീവിക്കുക. അപ്പം നമുക്കൊരിക്കലും ആ ഒരു ഒതന്റിക് ആയിട്ടുള്ള നമ്മളെ ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ ലൈ എന്ന് പറയുന്ന അയാളും ഒതന്റിക് അല്ല, ആ വ്യക്തിയും ഒതന്റിക് അല്ല. നമ്മുടെ പാർട്ട്ണറായിട്ട് വരുന്ന ആൾ ഒരു കാരണവശാലും ഒതന്റിക് ആയിരിക്കത്തില്ല നമ്മളോട്. അപ്പോൾ അയാളും നമുക്ക് തരുന്നത് ഒരു ലൈ ആണ്. ആ ലൈയിൽ ജീവിക്കാനാണ് നമ്മളെ അയാൾ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു നാർസിസിക് റിലേഷൻഷിപ്പിൽ യു ലൂസ് യു കംപ്ലീറ്റ്ലി. നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ലൂസ് ചെയ്യും. കാരണം അതിന് പിന്നെ നിങ്ങൾക്കൊരു ഗ്രിപ്പില്ല. അതിൻ്റെ മുകളിൽ പിന്നെ ഗ്രിപ്പുള്ള നിങ്ങളുടെ ഈ പാർട്ട്ണറായ നാർസിസിസ്റ്റിക് പേഴ്സൺ ആയിരിക്കും. അയാളായിരിക്കും നിങ്ങളെ നിങ്ങളാക്കുന്നതും നിങ്ങളെ ഷേപ്പ് ചെയ്യുന്നതും the way that person want you to be. നിങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതുപോലെ ആയിരിക്കും നിങ്ങളെ ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളല്ലാത്ത ഒരു ഒരു ഡബിൾ ഫേസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ്, ഇതൊക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വെൻ യു മാരി എ നാർസിസിസ്റ്റ്. അതാണായാലും പെണ്ണായാലും സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെ തന്നെയായിരിക്കും. അതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫിസിക്കൽ, മെൻ്റൽ ഇൽനെസ്, അതുപോലെ തന്നെ ഗ്യാസ് ലൈറ്റിങ്, ഗിൽറ്റ് ട്രിപ്പിംഗ് ആയിട്ടുള്ള ലിവിങ്, ഹേർട്ട്, ട്രോമ, ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്ന കാര്യമാണ്. എന്ന് ഞാൻ പറയാറുള്ളത് പോലെ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. യുവർ ലൈഫ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ആൻഡ് യുവർ ലൈഫ് ഈസ് യുവർ പ്രൈഡ്. അത് നിങ്ങൾ തന്നെ കാത്തു സൂക്ഷിക്കുക തന്നെ വേണം. അങ്ങനെ ഏറ്റവും നന്നായിട്ട് വളരെ പ്രൗഡായിട്ടുള്ളൊരു ലൈഫ് ജീവിക്കാനായിട്ട് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.